Hi everyone, this is Yabin Save from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ യൂസേബിൽ കുറേ എക്സൈറ്റിംഗ് ന്യൂസുകളും അതോടൊപ്പം അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യം വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കിടിലം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ ദിസ് ഇസ് യബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.6ൻ്റെ RC ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഈ വീക്കിൽ തന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ iOS 26.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ കാണാൻ പറ്റും. ആൻഡ് iOS 27ൻ്റെ ബേറ്റ ഇപ്പോൾ റണ്ണിങ് ആണ്. പബ്ലിക് ബേറ്റ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബേറ്റ 2. അതിന് ഏകദേശം 10-25 GB വരെ സൈസ് പോകുന്നുണ്ടെന്ന് റിപ്പോർട്ട് കേട്ടായിരുന്നു. പക്ഷേ അത്രമാത്രം വലിയൊരു അപ്ഡേറ്റ് അല്ല ഈ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇത് വേറെ ബഗ്ഗാ, ഈ പറഞ്ഞ സ്റ്റോറേജ് അല്ലെങ്കിൽ അപ്ഡേറ്റ് സൈസിൻ്റെ ബഗ് കുറേ ആയിട്ട് നമ്മൾ കാണുന്നു. എസ്പെഷ്യലി iOS 26.6ലും ഈ സെയിം സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ സെയിം അപ്ഡേറ്റ് സൈസിൻ്റെ ബഗ് കുറേ നമ്മുടെ പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബഗ് 27ലേക്കും കാണിക്കുന്നുണ്ട്. ആ ഒരു 25 GB 35 GB എന്നുള്ള സൈസ് ഇതിനുണ്ടാവില്ല. കൂടി വന്ന ഒരു 6-7 GB ആയിരിക്കും iOS 27 തന്നെ പെയ്റ്റൊക്കെ വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ iOS അപ്ഡേഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയറിൽ വരാൻ പോകുന്ന വേറൊരു മാറ്റമാണ് ആപ്പിൾ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ സ്റ്റോർ എന്ന് പറയുന്നത്. ഇതിൽ ആപ്പിളിന് തന്നെ AI ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു സാധനം എടുക്കാൻ പ്ലാൻ ചെയ്താൽ അതിൽ കുറേയധികം ഡൗട്ട്സ് എനിക്കുണ്ടാവും. അതേപോലെ ഓരോ യൂസേഴ്സിനും ഓരോ ഡൗട്ട്സ് ഉണ്ടാവും. ഇത് ഡിഫറെൻറ്റ് ഔട്ടല്ലേ. ഇപ്പോൾ എൻ്റെ സ്പെക്ക് എന്ന് പറയുമ്പോൾ എനിക്കൊരു iPad Pro വേണം, അതിൽ M5 ആയിരിക്കണം, എനിക്ക് ആർക്കിടെക്ചറിങ് ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്ക് കുറേ ഡ്രോയിങ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ AI ആപ്പിൾ സ്റ്റോറിൽ മൊത്തം ഒന്ന് വിരകിയിട്ട് വന്നിട്ട് എനിക്കൊരു ഐഡിയ തരും. ഈ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട പർപ്പസ് ഇതൊക്കെയാണെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ള ഒരു കൺക്ലൂഷൻ തരാൻ വേണ്ടിയാണ് ആപ്പിളിൻ്റെ AI അല്ലെങ്കിൽ ഒരു പുതിയ AI ഇൻ്റഗ്രേഷൻ ആപ്പിൾ സ്റ്റോർ എന്ന ആപ്ലിക്കേഷനിൽ വരുത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബാക്ക് ടു സ്കൂൾ പോയി പഠിട എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഒരു പുതിയ ആപ്പിൾ ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്. ബാക്ക് ടു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റോ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ക്യാമ്പയിൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. iPad എടുക്കുകയാണെങ്കിൽ ആപ്പിൾ പെൻസിൽ കിട്ടും. മാക്ബുക്ക് എടുക്കുകയാണെങ്കിൽ എയർപോഡ്സ് പ്രോ അല്ലെങ്കിൽ എയർപോഡ്സ് കിട്ടും. ഈ പറഞ്ഞ എയർപോഡ്സ് നിങ്ങളിലുണ്ട്, നിങ്ങൾ ഐഫോൺ യൂസറാണ്ട് എയർപോഡ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ 4 പാക്കിൻ്റെ എയർ ടാഗ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാം. സോ ആക്ച്വലി ഇത് മാത്രമല്ല, കുറേയധികം ഓപ്ഷൻസ് ആപ്പിളിൻ്റെ ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റുഡൻറ്റ് ഓഫറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഓഫർ August 17th August 18th വരെ എന്തുള്ളൂ ഈ ഒരു ഓഫർ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് ID, എഡ്യൂക്കേറ്റർ ID എന്നീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിക്കോ അനിയനോ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് വാങ്ങിക്കാം. അവരുടെ പേരും വെച്ച് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും ബാക്കി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്, സ്റ്റോറുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒഫീഷ്യൽ സ്റ്റോറിലുണ്ടാവും. നമ്മുടെ ഓതറൈസ്ഡ് ആയ സ്റ്റോറുകളില്ലേ, എസ്പെഷ്യലി ഈ പറഞ്ഞ ഇമാജിൻ അങ്ങനെ കുറേ ഓതറൈസ്ഡ് സ്റ്റോറുകളിൽ ഈ ഒരു സെയിം ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ വെബ്സൈറ്റിലുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞത് ആപ്പിൾ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ കൂടെ ഈ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ apple.com എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു നമ്മൾ ഈ കോൺവെക്കേഷൻ വെക്കുന്നൊരു ചെറിയ തൊപ്പിയില്ലേ, ആ ഒരു തൊപ്പിയുടെ പച്ച കളർ തൊപ്പിയോ നീല കളർ തൊപ്പിയോ സൈഡിലുണ്ടാവും. അതാണ് ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് ക്യാമ്പയിനിൽ റൺ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലെല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പേയ്മെൻറ്റും ബാക്കി സ്റ്റുഡൻറ്റ് ഐഡിയും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് എൻട്രി ആണ് ഈ ഒരു സ്റ്റുഡൻറ്റ് ഓഫർ എന്ന് പറയുന്നത്. മിസ് ചെയ്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഈ മാക്ബുക്കിൻ്റെ കാര്യം പറയുമ്പോൾ മാക്ബുക്ക് Neo 2 വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ മാക്ബുക്കിൻ്റെ ഈ ഒരു വരാൻ പോകുന്ന അപ്കമിങ് ഡിവൈസിൽ 2 പുതിയ ചേഞ്ച് ആദ്യം വരാൻ പോകുന്നുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് A18 Pro എന്നാണ് ചിപ്സെറ്റ് അല്ലേ, അത് മാറിയിട്ട് A19 Pro എന്ന ചിപ്സെറ്റ് വിത്ത് 12 GB റാം വരും. ഇപ്പോൾ നമുക്ക് 8 GB ഓഫ് റാം മാത്രം വന്നിരിക്കുന്നത്. അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക പൊട്ടൻഷ്യൽ പുഷ് കൊടുക്കാൻ പറ്റില്ല. iPhone 17ലും 8 GB 9 GB ഈ പറഞ്ഞ റാം ഉണ്ടെങ്കിലും സിറിയുടെ റെസ്പോൺസും വോയിസിനുണ്ടാകുന്ന ടോണിൻ്റെ ടെക്സ്ചറും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെങ്കിൽ 12 GB വേണം. ആ ഒരു 12 GB ചേഞ്ചസിൽ അത് മാത്രമല്ല ഓൺ ഡിവൈസ് ഉള്ള കുറേ ക്ലൗഡ് ഇല്ലാതെ ഓൺ ഡിവൈസ് ആയിട്ട് ചെയ്യുന്ന കുറേ ഫങ്ഷണാലിറ്റീസും നമുക്ക് ലഭിക്കുന്നില്ല. അതിനെല്ലാത്തിനും കൂടിയാണ് A19 Pro with 12 GB ഓഫ് റാം അടുത്ത നിയോയിൽ വരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ
നിയോയിലാണ് ഏറ്റവും നല്ല കളർ സ്പെക്ട്രം വന്ന മാക്ബുക്ക് ഉള്ളത്. ബാക്കിയെല്ലാം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയുള്ള കളറാണ്. ബ്ലാക്ക്, സിൽവർ, സ്പേസ് ഗ്രേ എന്നീ പറഞ്ഞ കളേഴ്സൊക്കെ ആയിരുന്നു. പക്ഷേ നിയോയിലേക്ക് വന്നപ്പോൾ വൈബ്രൻ്റ് ആയി. ഈ പറഞ്ഞ സിട്രസ്, ഇൻഡിഗോ, പിന്നെ ചെറിയൊരു പീച്ച് കളർ, അങ്ങനെ കുറേയധികം കളർ ഷെയ്ഡ്സ് വന്നു. നിയോ 2 വരുമ്പോൾ വേറെ കുറേയധികം പുതിയ വൈബ്രൻ്റ് ആയ കളർ ഷെയ്ഡ്സും കൂടെ ഉണ്ടാകും എന്നൊരു റിപ്പോർട്ടുണ്ട്. വിച്ച് മീൻസ് കുറച്ചും കൂടെ ഈ പറഞ്ഞ എസ്തെറ്റിക്കും കോളേജ് വൈബിലുള്ള പിള്ളേർക്ക് അത് എടുക്കാനും ഈ മാക്ബുക്ക് നിയോ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളല്ലെങ്കിലും അതെടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ ആ കളേഴ്സ് നന്നായിട്ട് ബിസിനസ് കൂട്ടും. ഇനി iPhone 8ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18 നമുക്ക് ഈ കൊല്ലം ഇല്ലല്ലോ, അങ്ങനെയാണല്ലോ കിട്ടിയ റിപ്പോർട്ട്. 18 Pro Maxൽ മാത്രം വേരിയബിൾ അപ്പറേച്ചർ എന്നുള്ള കാര്യം പറയും. ഈ വേരിയബിൾ അപ്പറേച്ചർ, അതെ, വേരിയബിൾ അപ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്യാമറയിൽ ലെൻസിനുള്ള കുറേയധികം എഫ് വാല്യൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഫിക്സ്ഡ് ആണ്. ഐഫോൺ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ക്വിക്ക് ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. വേറെ ഒരു ഫോണിലും നിങ്ങൾക്ക് ഇത്രയും വേഗം ക്യാമറ ആക്സസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഐഫോണിൽ പറ്റും. അത് ഐഫോണിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അത് ബീറ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കുറേയധികം ജേർണലിസ്റ്റുമാരും കുറേയധികം റിപ്പോർട്ടൊക്കെ തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. സോ വേരിയബിൾ അപ്പറേച്ചറും കൂടെ വരുമ്പോൾ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എഫ് വാല്യൂ എന്ന് പറയുന്നത്, എഫ് വാല്യൂ കുറയും തോറും നമ്മുടെ ഡിവൈസിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ഷട്ടർ കുറേയധികം വികസിക്കും. അപ്പോൾ കൂടുതലും ലൈറ്റ് വരും. കൂടുതലും ലൈറ്റ് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ISO കുറക്കാൻ പറ്റും, ക്വാളിറ്റി കൂടും. അതോടൊപ്പം തന്നെ ഡിവൈസിൽ നമുക്ക് ഷട്ടർ സ്പീഡും ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ എഫ് വാല്യൂ കുറയും തോറും പറ്റും. പക്ഷേ എഫ് വാല്യൂ കൂടും തോറും ഷട്ടറിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ ലെൻസിൻ്റെ അളവ് നാരോ ആകുമ്പോൾ കുറച്ച് ലൈറ്റ് കയറുള്ളൂ. കുറച്ച് ലൈറ്റ് കയറുമ്പോൾ ഡിവൈസ് ബ്രൈറ്റൻ ആവണമെങ്കിൽ, ഡിവൈസിൽ നമുക്ക് ഈ പറഞ്ഞ പിക്ചർ വ്യക്തമാവണമെങ്കിൽ കൂടുതൽ ISO കൊണ്ടുവരും. കൂടുതൽ ISO ഇടുമ്പോൾ നമ്മുടെ ഫോട്ടോ ഗ്രെയിനി ആയിട്ട് ഫീൽ ചെയ്യും. അതായത് പിക്സലായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പച്ച, ചുമപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കട്ടകൾ കാണില്ലേ, അതെന്തുകൊണ്ടാണ്? ഓവറായിട്ട് ISO കൂടിയിട്ടാണ്. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഡിവൈസിൽ ഇപ്പോൾ വലുതായിട്ടില്ല. സാംസങ്ങിലായാലും ഐഫോണിലായാലും നമ്മുടെ ഡിവൈസിൻ്റെ കോമ്പുട്ടേഷണൽ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ കോമ്പുട്ടേഷണൽ ഡിവൈസ് പ്രോസസ്സിങ് അനുസരിച്ചൊക്കെ കുറേയധികം മാറ്റുന്നുണ്ട്. ഈ വേരിയബിൾ അപ്പറേഷൻ കൊണ്ട് വരുമ്പോൾ ഡിവൈസ് തന്നെ കുറേയധികം പണിയെടുക്കാതെ നാച്ചുറൽ വേ ഓഫ് ഫോട്ടോഗ്രാഫ്സ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നാച്ചുറൽ വേ ഓഫ് ഫോട്ടോഗ്രാഫി നമുക്ക് കുറച്ചും കൂടെ പുഷ് ചെയ്യാൻ പറ്റും. അത് iPhone 18 Pro Maxൽ മാത്രം വരുന്നൊരു ഫീച്ചർ എന്നാണ് കേട്ടത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. 18 Proയിലും കൂടെ ആ ഒരു സ്പെക്ക് കൊണ്ടുവരണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് പ്രോ എന്ന് പറയുന്ന ഡിവൈസ് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ. പ്രോയും Pro Maxും അതിലും ഡിഫറൻസ് കൊണ്ടു തന്നെ ഭയങ്കര ഗ്രീഡി ആയിട്ട് പോകും. അങ്ങനെ പോകരുത്. 18ലും 18 Proയിലും അല്ലെങ്കിൽ 18 Proയിലും Pro Maxലും സെയിം ഈ വേരിയബിൾ അപ്പറേച്ചർ കൊണ്ട് വരണം എന്ന് എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ വന്നാൽ നല്ലതായിരിക്കും. അതോടൊപ്പം ഓപ്പൺ എഐക്ക് ആപ്പിൾ ഓൾറെഡി ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. കുറേയധികം 400ഓളം എംപ്ലോയീസിനെ അവർ മുക്കി. അവരുടെ ആപ്പിളിൻ്റെ കുറേയധികം പുതിയ ഹാർഡ്വെയർ പ്രൊഡക്റ്റുകളുടെ ലീക്സ് ആൻഡ് റൂമേഴ്സ് അവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സംഭവം നടക്കുന്നതിനാണ് ഓപ്പൺ AI നിർത്തിയിരുന്ന ഒരു ഫങ്ഷണാലിറ്റി റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ആപ്പിൾ ഹെൽത്തിൻ്റെ ഒരു കണക്റ്റിങ് അല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ നമുക്കില്ല, USA യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓപ്പൺ എയിൽ ആപ്പിൾ ഹെൽത്ത്, അതേപോലെ കുറേയധികം ഹെൽത്ത് ഫീച്ചർ അല്ലെങ്കിൽ കുറേയധികം ഹെൽത്ത് ഡോക്യുമെൻറ്റ്സ് സിങ്ക് ചെയ്യാൻ പറ്റും. ഈ സിങ്ക് ചെയ്യുമ്പോൾ ആപ്പിൾ ഹെൽത്തിൽ ഞാനിപ്പോൾ എൻ്റെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യും, എൻ്റെ ന്യൂട്രീഷൻ വാല്യൂ, ഫുഡിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഞാൻ ട്രാക്ക് ചെയ്യും. എങ്ങനെ നമുക്ക് iOS 27 ഫുഡിൻ്റെ ഫോട്ടോ എടുത്ത് ചുമ്മാ മറ്റേ വിഷ്വൽ ഇൻ്റലിജൻസിൽ കാര്യങ്ങൾ കിട്ടും. അതെനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ വാക്കിംഗ് പേസ്, എൻ്റെ ഈ പറയുന്ന ഹാർട്ട് റേറ്റ്, ECG, ബ്ലഡ് ഓക്സിജൻ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിൽ ആപ്പിൾ ഹെൽത്തിനുണ്ട്. സോ എനിക്കൊരു റിപ്പോർട്ട് കിട്ടി, എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടി. അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ChatGPT കൊടുത്ത് ChatGPTയോട് പറയണം എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ പറയുന്ന സ്കാൻ റിപ്പോർട്ടും എങ്ങനെയുണ്ടെന്ന് എനിക്കൊരു സമ്മറി തരാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ആപ്പിൾ ഹെൽത്ത് കയറി വിരകി മെഴുകി വാരി എനിക്കൊരു ഐഡിയ തരും. എൻ്റെ സ്ലീപ്പ് ഞാൻ ഡാറ്റ കൊടുത്തിട്ട് എന്നോട് പറയാം എനിക്ക് കുറച്ചും കൂടെ സ്ലീപ്പ് ഹൈജീൻ ബെറ്റർ ആക്കണം, എൻ്റെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ഈ സ്ലീപ്പിൽ നിന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ട് എനിക്ക് യോഗ ചെയ്യണം അല്ലെങ്കിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, കുറച്ച് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക പാറ്റേൺസ് താന്ന് പറഞ്ഞാൽ എല്ലാം ChatGPT ചെയ്യും. ഒരു വിധത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്തി ലൈഫ്
കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ, നമ്മുടെ ലൈഫ് ഹെൽത്തി ആക്കാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ ഓൺ ദ അനദർ ഹാൻഡ് നമ്മുടെ പക്ക പ്രോപ്പർ ഡീറ്റെയിൽസ് നമുക്ക് AI കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ AI വേറെ ഏതൊരു സൈബർ നെറ്റ്വർക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്ത് ഹാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ന്യൂസുകളുണ്ട്. ഞാൻ ഇന്നലെ മലയാള മനോരമ ന്യൂസിൽ കേട്ടുള്ളൂ. OpenAI OpenAIയുടെ ഏതൊരു സെർവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു സെർവർ അതൊരു എന്താ പറയുക റോബോട്ടിക് സിസ്റ്റം പോലെ വർക്ക് ചെയ്ത് അത് തന്നെ വേറൊരു സർവീസിൽ പോയിട്ട് അതിൻ്റെ വൾനറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ച് അതിനുള്ളിൽ കൂടെ നോണ്ട് കയറി അതിനെ ഹാക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ന്യൂസിലുണ്ട്, ഞാൻ വെറുതെ പറയല്ല. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫ് 2050 ആകുമ്പോഴത്തേക്കും iRobot സിനിമ പോലെ ആവാതിരുന്നാൽ മതി. ബാക്കിയെല്ലാം വന്നു. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ AI ഉണ്ട്. എവിടം വരെ ഈ AI നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ പിടിച്ച് കെട്ടാൻ പോകുന്ന ഒരു രീതിയിലേക്ക് AI മാറും. പക്ഷേ നമ്മൾ മാറരുത്. ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഹ്യൂമൻ ബ്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യണം. AI ഒരു ടൂളായിട്ട് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ബ്രെയിനെ സത്യം പറഞ്ഞാൽ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഫീല്. ഞാനും AI കുറേ റിലേ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് വീഡിയോയുടെ സ്ക്രിപ്റ്റ് ചെയ്യാൻ, വീഡിയോയുടെ കുറേ അധികം റിപ്പോർട്ട്സ് കിട്ടാൻ, എൻ്റെ സമ്മറൈസ് ചെയ്യാൻ എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മുടെ ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഇല്ലേ, അതൊരിക്കലും കളയരുത്. ഒരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കളയരുത്. അതേപോലെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുക, ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുക, അതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക ഒതൻറ്റിസിറ്റി ഇല്ലേ, ഹ്യൂമൻ ഒതൻറ്റിസിറ്റി അത് വല്ലാണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഈ പറയുന്ന ഓരോ ഇൻ്റലക്ച്വൽ ആയുള്ള കുറേ കാര്യങ്ങളില്ലേ, അതൊന്നും AI റീപ്ലേസ് ചെയ്തുണ്ട്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ വേഗം ചെയ്ത് തീർക്കണം എന്നായതുകൊണ്ട് നമ്മൾ AI വെച്ചിട്ട് പല കാര്യം ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് പറ്റുമെങ്കിൽ ജേണൽ എഴുതുക, ബുക്കിലിപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ എഴുതുക, അതിനിങ്ങനെ ഹൈലൈറ്റ്സ് കൊടുക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെ പിന്നെയും എന്താ പറയുക പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തില്ലെങ്കിൽ ഇരുമ്പ് വരെയും തുരുമ്പ് പിടിച്ച ശോകമായി പോകുമെന്ന് പറഞ്ഞ പോലെ ബ്രെയിൻ വെറുതെ മോശമാക്കരുത്, നന്നായിട്ട് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ FIFA കഴിഞ്ഞു, സ്പെയിൻ ജയിച്ചു, പക്ഷെ അതൊരു കോൺട്രവേഴ്സിയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാനിത് പറയാൻ കാരണം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഡ്രഗ്സും അൺഹെൽത്തി ആയ കുറേ ഹാബിറ്റ്സ് ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ മേക്ക് എ ഗുഡ് ആക്ടിവിറ്റി ഓൺ യുവർ ലൈഫ് ആസ് എ ഹാബിറ്റ്. നിങ്ങൾ വെറുതെ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷട്ടിലോ ക്രിക്കറ്റോ ഫുട്ബോളോ ഹോക്കിയോ ബാഡ്മിൻ്റനോ എന്തെങ്കിലും പോവുക, ടെന്നീസൊക്കെ ഇല്ലേ പോവുക, അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഓടാൻ പോവുക, വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ പോവുക, ഹെൽത്ത് നോക്കുക, ഇത് മാത്രമേ ഉള്ളൂ. സോ അതൊക്കെ ചെയ്യുക. ബാക്കി ഡ്രഗ്സും എന്താ പറയുക ഒരു അൺഎത്തിക്കലായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എഡ്യൂക്കേറ്റ് ചെയ്യുക നമ്മുടെ സെൽഫിന് തന്നെ, എത്തിക്കലായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊന്നും ഞാൻ പൊതുവേ എൻ്റെ വീഡിയോയിൽ പറയാറില്ല, പക്ഷെ ഇത് പറയണമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഡെയിലി പല കാര്യങ്ങളും കാണുമ്പോഴും വായിക്കുമ്പോഴും അറിയുമ്പോഴും നമ്മുടെ സൊസൈറ്റി പല കാര്യങ്ങളായിട്ട് തെറ്റിപ്പോകുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം ഡൽഹിയിലെ പല കാര്യങ്ങളും. പക്ഷേ എപ്പോഴും എത്തിക്സിലും മൊറാലിറ്റിയിലും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ബിക്കോസ് അത് അങ്ങനെ വേണം ലൈഫിൽ. നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് എത്തിക്സ് വേണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. സോ ഇന്നത്തെ ഈ ആപ്പിൾ ന്യൂസിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചത്, ഇത് കണ്ടോ, ഇങ്ങനത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയ സൈനിങ് ഫ്രോം എവിക്ക.